എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയും അടക്കി ഭരിക്കുന്ന 6 പേരാണ്. എന്താണ് നിങ്ങളുടെ വിശേഷം? സുഖം, സമാധാനം, സന്തോഷം, എല്ലാം കള്ളത്തരം. മഴയുള്ളൊരു ദിവസം രാത്രി വീടിന്റെ ഉള്ളിൽ കൊള്ളാം. ഇവ ഇടയ്ക്ക് വീട്ടിൽ കയറിയിരിക്കും. രാത്രി ഉറങ്ങാൻ തന്നെ ഇവൻ എന്തിനടിക്കാന്ന് എനിക്കറിയത്തില്ല. വീടിനെ വെളി ഇറങ്ങത്തില്ല. നമ്മളെ എൻജോയ്മെന്റ് ഓവർ ആകുമ്പോഴാണ് ഈ ഏകാന്തതയും ഈ ഡിപ്രഷൻ വരുന്നത്. ഇതില് ശരിക്കും നന്മമാരാരാ? പെണ്ണിനെ നമ്പിന കണ്ടാലേ എനിക്കൊരു സാമിജി ആയിരിക്കില്ലേ. മെയിൻ ആയിട്ടുള്ള ആമ്പിളാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏജ് എത്തിക്കഴിഞ്ഞാൽ കേരളം വിട്ട് ഗൾഫിൽ പോയിക്കണം. നമ്മളെ പാഷനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് പേപ്പർ തരും, ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് കൂൾ ഓഫ് ടൈം ആകുമ്പോൾ വെളിയിൽ ഇറങ്ങിപ്പോയി കൂൾ വെച്ചിരിക്കും. കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കണ്ടിരിക്കുന്നത്. എടാ പലതും ഹായ് എവരിവൺ, മൂവി വേൾഡിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വർഷ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയും അടക്കി ഭരിക്കുന്ന 6 പേരാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് അജ്മൽ, ചാനലിൻ്റെ പേര് അജു പൊങ്ക്. എൻ്റെ പേര് സിജോ, ചാനലിൻ്റെ പേര് മിസ്റ്റർ സോൾജ്. എൻ്റെ പേര് അഭിമന്യു, ചാനലിൻ്റെ പേര് ഐ എം നോട്ട് പെർഫെക്റ്റ്. എൻ്റെ പേര് വിഘ്നേഷ്, എൻ്റെ ചാനലിൻ്റെ പേര് വിക്കി വ്ളോഗ്സ്. എൻ്റെ പേര് അല്ലമീൻ, ചാനലിൻ്റെ പേര് GP റൈഡർ ബോയ്. എൻ്റെ പേര് ആകാശ് പിൻവി, ചാനൽ നെയിം IG ക്രൂട്ട്സ്. ഓക്കെ, അടിപൊളി. എന്താണ് നിങ്ങളുടെ വിശേഷം? സുഖം, സമാധാനം, സന്തോഷം, എല്ലാം കള്ളത്തരം. സുഖ സമാധാനമൊന്നും ഇല്ലേ? കുഴപ്പമില്ല. സ്ട്രഗിൾ ഉണ്ട്, പരിശ്രമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ആ പരിശ്രമങ്ങൾ തന്നെയാണ് നിങ്ങളിവിടെ എത്തിച്ചത്. അതെ, നിങ്ങളുടെ റിയൽ നെയിം കുറച്ചും കൂടി ആളുകൾക്ക് അധികം അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടി നിങ്ങളുടെ GP റൈഡർ, മിസ്റ്റർ സോൾജ്, അതാണ് എല്ലാവരും കുറച്ചും കൂടി അറിയാം. അത് തന്നെ എല്ലാവർക്കും അതെന്നെ പറഞ്ഞല്ലേടാ, അതുപോലെ കറക്റ്റ് ആയിട്ട് എന്നെ വിജു പൊങ്ക് എന്നൊക്കെ ഒന്ന് വിളിക്കുന്നത്. ബിജു ബോംബ്. സി, നിങ്ങളുണ്ടല്ലോ പറയാൻ വായിക്ക് കൊള്ളാത്ത പേരുകളാണ് നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഒരു പേര് എങ്ങനെയാണ്? ഒരെണ്ണേ ഉള്ളൂ, മനസ്സിലായില്ലേ? വായിക്കുള്ളതില്ല, പക്ഷേ ഒറ്റോട്ടം സെർച്ച് ചെയ്ത് നമ്മൾ മാത്രം വരും, മനസ്സിലായോ? എനിക്ക് പക്ഷെ ഏറ്റവും മൈൻഡിൽ ഓർമ്മ വരുന്ന GP റൈഡർ അല്ലബിന്റെ പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരി, നിങ്ങളൊക്കെ കണ്ടാല് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടല്ലായിരിക്കും? നമ്മളെ കുറച്ച് ആരാധകർ റിവീൽ ചെയ്യണം. കുറച്ച് ആരാധകർ, ഞാൻ ഇന്നിപ്പോ നിങ്ങളാണ് വീഡിയോ എടുക്കാൻ വരുന്നത്, നിങ്ങളുടെയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്താ പറയാ, തുള്ളി തുളുമ്പുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൂപ്പന്മാരും അമ്മമാരും അപ്പൊ അവർക്ക് വേണ്ടിട്ട് അപ്പൊ നിങ്ങളുടെ വയസ്സൊക്കെ അറിയാൻ നമുക്ക് എളുപ്പമായല്ലോ. 22 വയസ്സ്, 26, 22, 26, 27 കഴിഞ്ഞു, 28. കള്ളത്തരം പറയുന്നത്. 28 കല്യാണമൊക്കെ അടുത്തുണ്ടാവോ? പിന്നെ കല്യാണമൊന്നും നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 5 നിങ്ങൾ എന്താണ് ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ആ ഒരു ഭാഗം മാറ്റി വെച്ചാല് ശരിക്കും നിങ്ങൾ എന്തായിരുന്നു? അതിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പണ്ട് വൺസ് അപ്പോൺ എ ടൈം നിങ്ങൾ എന്തായിരുന്നു? നമ്മൾക്ക് എനിക്കിന്ന് പടത്തിൽ അഭിനയിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ സൂര്യാണ് എൻ്റെ കട്ട ഫാനാണ്. അപ്പോൾ പുള്ളിയുടെ ഇതിന് മൂവിയൊക്കെ കണ്ടാൽ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ആദ്യം ഭയങ്കര നെഗറ്റീവ് അല്ല, ഇപ്പം ഗൾഫിൽ പോകണം ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി എനിക്ക് 2 പേപ്പർ ഞാൻ മനപ്പൂർവ്വം എഴുതിയെടുത്തില്ല, ഗൾഫിൽ പറഞ്ഞിടുമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫയർ ആൻഡ് സേഫ്റ്റി അടിക്കാൻ വിട്ട് നെബോഷ് എടുത്ത്, എന്നിട്ട് നമ്മളെ ചവറ KML ടൈറ്റാനിയം ഉണ്ടായിരുന്നു, അവിടെ 6 മാസം ജോലിക്ക് നിൽക്കണമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ 1 വർഷം നിന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച വരെ എന്നാൽ മതി. ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും വൈറലാവും അങ്ങനത്തെ ഒരു വിചാരത്തിലല്ല. പക്ഷെ നമ്മളൊരു പാഷൻ, എന്നാലും നമുക്ക് എങ്ങനെയും ഒന്ന് ഓഡീഷനൊക്കെ പോയി സിനിമയിൽ കയറണം എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട് വന്ന് വീഡിയോ കയറി ക്ലിക്കായി തുടങ്ങി. അപ്പം പിന്നെ ഗൾഫിലെ വീട്ടിലെ ആ ഒരു പ്രഷറൊക്കെ കുറഞ്ഞു. നമുക്കിപ്പം യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും ഇപ്പം പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ തന്നെ ആദ്യം പൊടിച്ചുകൊണ്ടിരുന്നേ, ഈ ചെറുക്ക് എന്തോ കാണിക്കും ഇത്രയും വലുതായിട്ടും ഇങ്ങനെ വീഡിയോ എടുത്ത് കളിച്ച് കിടക്കുന്നു. കല്യാണത്തിനൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു. ഇതാണെങ്കിൽ ബന്ധുക്കാരൊക്കെ ചോദിക്കും ഇവനെന്ത് എവിടെയും പോകണില്ലേ, ഗൾഫിൽ പോകണില്ലേ. മെയിൻ ആയിട്ടുള്ള ആമ്പിളാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് ഗൾഫിൽ പോയിക്കണം, കേരളം വിട്ട് ഗൾഫിൽ പോയിക്കണം. നമ്മളെ പാഷനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. നമ്മൾ വീട്ടുകാരെ കുറ്റം പറയുന്നതല്ല, മനസ്സിലായി. എല്ലാ മിഡിൽ ക്ലാസ്സിൽ പെട്ട എല്ലാ ആമ്പിളാരുടെയും അവസ്ഥ അതാ. ഇപ്പൊ വീട്ടിലൊക്കെ ഇപ്പം വീട്ടിൽ കുഴപ്പമില്ല. നമ്മളിപ്പം
അതെ ഇപ്പൊ ശീലമായി. ലൈക്ക് ആദ്യം വീട്ടിലേക്ക് പണിക്ക് പോ എന്നുള്ള സ്കീമായിരിക്കില്ല. പണിക്ക് പോടാ, രാവിലെ എന്നിട്ട് വീഡിയോ എടുക്കാൻ നടക്കുക, അങ്ങനെ പറഞ്ഞിരുന്നില്ലേ? അച്ഛനോട് ജോലിക്കും പോയിട്ടുണ്ട്. അച്ഛനോട് ജോലിക്ക് പോയിട്ടുണ്ട്. എപ്പോഴും പോവായിരുന്നു. ഇപ്പോഴും പോകുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോയിട്ട് ഇടയ്ക്ക് വെച്ച് ലീവൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്താ ജോലി കമ്പിപ്പണി. എന്താ നല്ല ജോലിയാണ്. കുഴപ്പമൊന്നുമില്ല, ഞാൻ കുഴപ്പമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളെല്ലാവരും ചെറിയ ചെറിയ ജോലി. അതെ, ഞാൻ വെട്ടിയായിട്ട് അച്ഛനോട് ഞങ്ങളാരും അങ്ങനെ സെറ്റിൽഡ് ആയ ഫാമിലി. അവര് കഷ്ടപ്പാട് നമ്മള് വരാതിരിക്കാൻ വേണ്ടി മനസ്സിലായി. കാറ്ററിംഗ് വർക്കിന് പോയിട്ടുണ്ട്. ഇതാണ് പാർക്ക് ചെയ്യുന്ന ജോലി, ബോഡി ഗാർഡിന്റെ ആയിട്ട് തന്നെ അല്ല പാർക്കിങ്ങിന്റെ ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ ജോലി. വഴി നിന്ന് പൈനാപ്പിൾ വെച്ചോടാം, ഞങ്ങളെ മാമക്ക് പൈനാപ്പിൾ വെച്ചോടാം. അപ്പം വഴിയോർത്ത് മറ്റേ 3 സെറ്റ് പൈനാപ്പിൾ 100 രൂപ അങ്ങനെ സെറ്റപ്പിൽ വണ്ടി ഓടിച്ചിട്ട് പൈനാപ്പിൾ വയ്ക്കാൻ പോയിട്ടുണ്ട്. എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ ആരും അങ്ങനെ സെറ്റിൽഡ് ആയ ഫാമിലി എന്നുള്ള ആരുമില്ല. ഡിഗ്രി തോറ്റ്, പരീക്ഷയ്ക്ക് തോറ്റ്. പിന്നെ ഞങ്ങളെല്ലാരും പഠിക്കാൻ നല്ല നല്ല അടിപൊളി പിള്ളേരാണ്. എനിക്ക് ഡിഗ്രി പഠിക്കാൻ കൊണ്ടാക്കി. എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കണം, നമ്മൾ അവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്ത് ചാടി കയറി. അമ്മമാരും വന്നില്ല, അങ്ങനെ അവിടെ പെട്ടുപോയി. അങ്ങനെ എക്സാം ഒക്കെ തുടങ്ങി, ഫസ്റ്റ് ഇയർ ഒക്കെ ആയി. ഫസ്റ്റ് ഇയർ എല്ലാ വിഷയത്തിനും പൊട്ടി, സെക്കൻഡ് ഇയർ എല്ലാ വിഷയത്തിനും പൊട്ടി. തേർഡ് ഇയർ പരീക്ഷ എഴുതാൻ പോകും. പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് പേപ്പർ തരും, ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് കൂൾ ഓഫ് ടൈം ആകുമ്പോൾ വെളിയിൽ ഇറങ്ങിപ്പോയി കൂൾ വെച്ചിരിക്കും. അങ്ങനെയൊക്കെ പയ്യന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോയി. പയ്യന്റെ നോക്കി എഴുതിക്കൊണ്ട് അല്ല, എന്റെ കൂടെ പഠിച്ച് എന്റെ ചേച്ചീൻ്റെ കൂടെ പഠിച്ച് പിന്നെ എന്റെ കൊച്ചിൻ്റെ കൂടെ പഠിക്കണോ ഞാൻ ചേച്ചിയോടെ പഠിച്ചേ. ഞങ്ങളോട് പഠിച്ച് ഞാൻ കുറച്ച് നാള് ഇങ്ങനെ 10-5 കൊല്ലം അടിച്ചോട് ചേർന്ന് പിന്നെ വീണ്ടും പഠിക്കാൻ വേണ്ടി അടിച്ചോടിച്ചോളൂ. ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 വർഷം. പിന്നെ അവിടുന്ന് പണി നിർത്തി വന്നിട്ട് ചാനലൊക്കെ തുടങ്ങി. അവിടുന്ന് അടിച്ചുവിട്ടാന്ന് കേട്ടത്. അടിച്ചിറക്കിയൊന്നുമല്ലേ. ഈ ലൈക്ക് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് പഠിച്ചാൽ മാത്രമേ സക്സസ് ആവുള്ളൂ എന്ന്, അല്ലേ? നമ്മൾ കേട്ടില്ല, പഠിക്കണം, +2 വരെ പഠിക്കണം. ബേസിക് ഒരു നോളജ് നോളജ്. എല്ലാ ഭാഷയും അറിയുന്ന ഒരു മനസ്സിലാക്കാൻ. അതെ, നമ്മള് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പോയാലും നമ്മള് അത്യാവശ്യം സംസാരിച്ച് നിക്കണം. മനസ്സിലായി, ഈ ബാങ്കിലൊക്കെ പോയി എഴുതാനൊക്കെ അത് എഴുതാനൊക്കെ പഠിച്ചിരിക്കണം. ബോങ്കാരനെ ചെന്നിട്ട് ഇതൊന്നും മക്കളെ ചോദിക്കോ? കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ ടി വി കണ്ടിരിക്കുന്നത്. എടാ വിഷയല്ലേട്ടാ. പോയി ഓക്കെ, അപ്പൊ അല്ലേ പൈ ഉത്തരം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതായത് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നാണല്ലോ. അല്ല, നമുക്കൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ പഠിത്തത്തിനോട് തന്നെ കൊണ്ടുപോവുക. പറയാൻ പറ്റത്തില്ല നമുക്ക് ചെന്നെത്താൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചാൽ നീ എത്ര വലിയ കഠിനമായിട്ടുള്ള ഇതാണെങ്കിലും നമുക്ക് എത്തിച്ചെത്താം അല്ലോ. പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും കഠിനമായിട്ട് പഠിച്ചാൽ അവർ വിചാരിക്കുന്നിടത്ത് എത്താൻ പറ്റും. അതും വേണം. പാഷൻ മാത്രമല്ല, എല്ലാവരും വേണം. പാഷന്റെ കൂടെ തന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ടുപോകണം ഒരാൾക്ക്. അല്ലെങ്കിൽ അവിടെ അങ്ങുമില്ല ഇങ്ങുമില്ലതായിപ്പോ. നമ്മളെ വീഡിയോ കൂടുതലും കാണുന്ന പിള്ളേരാ. അപ്പൊ നമുക്ക് പിള്ളേർക്ക് പഠിക്കലെന്ന് പറയാൻ പറ്റത്തില്ല. അവര് പഠിക്കണം, വളർന്നു വരണം. നമ്മളെ പറ്റുമെങ്കിൽ നമ്മളെ കേരളത്തിൽ തന്നെ ഇന്ന് ജോലി ചെയ്യണം, പുറത്തു പോകാതെ. അവരവരുടെ മേഖലകൾ കണ്ടെത്തണം. നിങ്ങളൊക്കെ വീടിന്റെ അടുത്താണോ എല്ലാവരും? നിങ്ങൾ എങ്ങനെയാണ് ഈ കോണ്ടന്റ് ചെയ്യാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത്? അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇതിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പൊ ഒരുമിച്ച് എല്ലാരും ഒരുമിച്ച് അറിയാം, വീഡിയോ ചാനൽ ചെയ്ത് തുടങ്ങി. എല്ലാരും അങ്ങോട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുമിച്ച് പിന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചെയ്യാറ്. ഒറ്റയ്ക്ക് ആദ്യം ചാനൽ ചെയ്തു തുടങ്ങി, എല്ലാരും ഒറ്റയ്ക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ചിട്ട് ഇവർ രണ്ടുപേരാണ് ചെയ്യുന്നത്. അവനാ ടിക്ടോക്ക് റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ഒറ്റയ്ക്ക് മറ്റേ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് അവിടെ പോയിട്ട് ഇവിടെ അഭിനയിക്കും. ഞാൻ ടിക്ടോക്ക് വീഡിയോ ഓൺ വോയിസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും റീച്ച് ഒന്നുമില്ലാത്തതുകൊണ്ട് അന്നേ ചവിട്ടി. പിന്നെ ഇവര് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് വന്നു ഇവര്. അങ്ങനെ ഞാൻ ഇവരെ കൂടെ അങ്ങനെ ചെയ്തു തരുന്നു. പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ഇവിടെ അവസ്ഥാനം ഞങ്ങളിങ്ങനെ സംസാരിച്ചു എന്തായാലും ഞങ്ങൾ കയ്യിൽ നിന്ന് പാളിന്നറിയാം. അപ്പോഴേ ആകാശിന്റെ ഡാൻസ് ഇറക്കിയിട്ട് ഞങ്ങൾ അത് പിടിക്കും. ഞങ്ങൾ അവിടെ നിന്ന് കൈയടിക്കും. ആകാശിന് കാണുന്ന ഡാൻസറിന്റെ ലുക്ക് ഉണ്ട് അല്ലേ?
ഞാനല്ല, ഞാൻ ചിന്തിച്ചിരുന്നു നിങ്ങളൊക്കെ look ചെയ്യും. അവനെ കണ്ടിട്ട് എന്തോ ചിന്തിച്ചു? അവനോട് ഭയങ്കര നിഷ്കു എന്ന് ലോക കള്ളത്തരം. ഭയങ്കര ഇതവന്റെ അഭിനയാണെങ്കിൽ അവന് ഒരു award ഉണ്ട്. നിഷ്കുല്ല. അവനെല്ലാം ഉള്ളിൽ പുറത്തേക്ക് പറയും, ഉള്ളിൽ വെക്കൂല. ആരിവനാ? ഇവന്റെ ആണ് പുള്ളി വയ്ക്കുന്ന ഒരുത്തൻ. വിഘ്നേഷിനെ കാണുമ്പോ അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. പിന്നെ അല്ലമ്മേനെ കാണുമ്പോ ഒന്നൊരു പേടിയൊക്കെ ആവും ഇല്ലേ? പക്ഷെ പിഞ്ച് മനസ്സാ. ഞാൻ വിചാരിച്ച ഭയങ്കര അതെ, ഞാൻ ഭയങ്കര അതാ വിചാരിച്ചേ. പിന്നെ ആകാശ് ഓൾറെഡി പാവം, ആകാശ് ഡാൻസർ ലുക്ക് ഉണ്ട്. നിന്നെ ഞാൻ നീ ഒരു റെമോ ലുക്കാണ്. ഇവിടെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ? മറ്റേ നമ്മുടെ സിനിമയില്ല, ആരുടെ ഷിയാ വിക്രമിന്റെ സിനിമയില്ലേ അന്യനിലെ റെമോ മോഡില്ലേ? എനിക്ക് തോന്നിയടാ, എനിക്ക് തോന്നി. ഓക്കെ സെറ്റ് ബെസ്റ്റ്. ആ നീ കണ്ടാലേ എനിക്കൊരു സ്വാമിജിക്ക് എനിക്ക് അങ്ങനത്തെ ഫീൽ ചെയ്യുന്നു. അവർക്ക് ഫെയിലല്ലേ പറയാൻ പറ്റില്ല. കുറച്ച് പാട്ടുണ്ടല്ലോ, മുമ്പല്ലേ മുടിയത് താടി പറഞ്ഞാൽ കഞ്ചാവും തടി പാട്ടുണ്ടല്ലോ ഇപ്പൊ. പിന്നെ ഗോവിന്ദച്ചാമിയായിരിക്കില്ലേ? അഭിമന്യുവിനെ കണ്ടാലും എനിക്കൊന്നും പ്രത്യേകിച്ചും അഭിമന്യു അസാധ്യ സിംഗറാണ്. ആണല്ലേ? പാട്ട് പഠിപ്പിക്കും. അവൻ ഗിറ്റാറിസ്റ്റ്. അഭിമന്യു പടം വരയ്ക്കും, ഫുട്ബോൾ കളിക്കും, കഴിവുള്ള ഒരു പയ്യൻ. എല്ലാ കൂട്ടത്തിലും കാണും, എല്ലാ കഴിവുള്ള ഒരു വേറൊരു കഴിവുണ്ട്, അത് പുറത്തു പറയുന്നില്ല. കുറച്ചുകൂടി പറയണേ. അഭിമന്യുവിനാണ് അങ്ങനെ ഒരു പാവം, നല്ല നാട്ടിൻപുറത്ത് ഉള്ള ഒരു പൈൻ്റെ ലുക്കാണ്. നല്ല ചെയ്യുന്ന സ്വാമി, അതായത് ഒരു ഹിപ്പി ലുക്ക് ഉണ്ട്. ഹിപ്പി ലുക്ക് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. മനുഷ്യക്കോലം ഉണ്ടല്ലോ, അത് മതി. നിങ്ങൾക്കൊക്കെ പ്രപ്പോസൽസ് ഒക്കെ വരാറില്ലേ? പിന്നെ ഡെയിലി എന്താണോ പ്രപ്പോസൽസ്? എന്താണോ പറയാൻ പറ്റത്തില്ല. രാവിലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോൾ 100 പ്രപ്പോസൽ ആണ്. ഇതിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കണം, പിന്നെ കിടന്നുറങ്ങണം. ഇതാണ് പണി. ഈ പ്രപ്പോസൽ ഒരു ആരാ പറഞ്ഞേ? അല്ല ഞാൻ അതറിയില്ലല്ലോ. എനിക്ക് അങ്ങനെ വരത്തില്ല. ചില മാസങ്ങൾ വരും. ആരെങ്കിലും മെസ്സേജ് രാവിലെ ആരെങ്കിലും വരണ്ട ലൈവൊക്കെ അത് ഞാൻ മെസ്സേജ് നോക്കാൻ വേണ്ടി വേണ്ടി ഒരുപാട് ഇമോജിയിലും പെട്ടെന്ന് അട്രാക്ട് ചെയ്യാന്ന് പറയുന്ന ഇമോജിയൊക്കെ എടുത്തിട്ട് ചേട്ടൻ ഭയങ്കര ഫാൻ, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? കല്യാണം കഴിക്കാൻ താല്പര്യം പണ്ടുണ്ട്. അല്ല ഇവർക്ക് അല്ല എനിക്ക് അതേടൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കൊണ്ടിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും, 2-3 കൊല്ലം മുമ്പൊക്കെ ഞാൻ മെസ്സേജ് ഉണ്ട് ആയില്ല പറഞ്ഞു. അവരൊക്കെ തിരിച്ച് ഇപ്പം ഇങ്ങോട്ട് റിപ്ലൈ ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും 2019 ഇട്ടേക്കുന്നത് ആ ഒരു പണിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ഒരുപാട് എന്താണ് ജാടയാണോ നോക്കുന്നില്ലല്ലോ, 10 അങ്ങോട്ട് ഇട്ടേക്കുന്നത് ആ ടൈമില് ഇതൊന്നും ആരും തുറന്നങ്ങനെ പറയാറില്ല. പലരും മൂടി വെച്ചിരിക്കുന്ന പല ആളുകളും ഇവിടെ ഉണ്ട്. പല ആളുകളുണ്ട്. അപ്പൊ പിന്നെ പഴയ അക്കൗണ്ട് പോയി, പുതിയ അക്കൗണ്ടാണ്. പഴയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ മെസ്സേജ് കാണാൻ പറ്റത്തുള്ളൂ. ശരി പോട്ടെ. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നല്ലൊരു പ്രൗഡ് ഉണ്ട്. നമുക്കിപ്പോ മൂവി തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ നെസ്ലിനായിട്ടാണെങ്കിലും നിവിൻ പോളി ചേട്ടനായിട്ടാണെങ്കിലും ദിലീപിന്റെ കാര്യം എടുത്തെടുത്തോണ്ട്. കാര്യം പറഞ്ഞാൽ എല്ലാരും ദിലീപിനെ കാണുന്ന ഒരു ഇമോജി കാണുമായിരിക്കും, പക്ഷെ നമ്മുടെ മുമ്പിൽ പുള്ളിക്കാരൻ പക്കാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ്. ഒരാള് നമ്മുടെ അടുത്ത് അത്രയും നിൽക്കേണ്ട കാര്യമില്ല. ഭയങ്കര പുള്ളി 10 തരാൻ പറഞ്ഞാൽ 100 എഫേർട്ട് ഇടുന്ന പുള്ളിയാണ്. അതാണ് ഇന്നലെ ഷൈനികം മഹിമ എന്തൊരു മനുഷ്യൻ. അല്ല അടിപൊളി. നമ്മളെങ്ങനെ അതിനൊക്കെ സൂപ്പറായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റിയത് ഇപ്പൊ നിലയിലായോണ്ടാണ്. അതൊരു പ്രൗഡ് ഉണ്ട്. എല്ലാവർക്കും കിട്ടത്തില്ല. ഇടയ്ക്ക് ആകാശിനെ കൂടെ 2 വാക്ക് പ്രതീക്ഷിക്കുന്നു. ആകാശം എന്ത് ഫീൽ ആണല്ലേ? എനിക്ക് കുഴപ്പമില്ല. എനിക്കങ്ങനെ സെപ്പറേറ്റ് ചാനലില്ല.
ആണല്ലേ? അങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ. പിന്നെ അവൻ സ്വന്തം അക്കൗണ്ട് ഡാൻസ് ഇടുന്നുണ്ട്. ഡാൻസർ. അല്ലാതെ അങ്ങനെ കണ്ടന്റ് ആയിട്ടുള്ള ഇല്ല. ഇവരെല്ലാരും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. ഈ കോണ്ടന്റ്സിന്റെ ഒക്കെ ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? നല്ല നല്ല കൂട്ടുകാരുണ്ട്, നല്ല 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 ഐഡിയാസ് കിട്ടും. നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണല്ലേ? ആണ്. ഫുൾ ട്വിസ്റ്റ് ആണ് നിങ്ങളുടെ. എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാവും, സംഭവിക്കാൻ പോവാണെന്നുള്ളത്. ആദ്യം ഇങ്ങനെ സാഡ് ആയിട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു ലൈക്ക് എൻഡിൽ ഉണ്ടാവും. സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മള് സെന്റ് വീഡിയോ, ഞാൻ ഇമോഷണൽ വീഡിയോ ചെയ്തോണ്ടിരുന്നു. അപ്പം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഇത് കണക്ക് എന്റെ വീഡിയോ ഒന്നാമത് ഭയങ്കര ഇതായിട്ട് ഓഫീസിൽ നിന്നൊക്കെ വരുന്നു, സ്ട്രെസ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ വീഡിയോ കൊള്ളാം, അഭിനയം കൊള്ളാം, പക്ഷേ വീഡിയോ ഒന്നുകൂടെ അവർ സ്ട്രെസ് ആവുന്നു, ഭയങ്കര ഇതിലായിട്ടാവുന്നു. അപ്പോൾ കോമഡി കൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഒരു സീരിയസ് കൊടുത്തിട്ട് കോമഡിയിലോട്ട്. അപ്പം അത് ഏർച്ച്. പിന്നെ അതിന്ന് മാറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ടെസ്റ്റ് വേണം. അപ്പൊ നമ്മള് ആരും പ്രതീക്ഷിക്കാതെ ടെസ്റ്റ് വേണം. അപ്പൊ നമ്മള് ഉറക്കമൊന്നും ഇല്ലായിരുന്നു, ആലോചിച്ചുകൊണ്ടിരിക്കണം രാത്രിയൊക്കെ എന്താ ടെസ്റ്റ് കൊണ്ടുവരും. നിങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് കുറെ നേരം ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെയാണോ? അങ്ങനെയാണോ അതൊക്കെ? അതോ അവരവര് പിന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കും, എല്ലാം സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഒരു കോണ്ടന്റ് ഓർമ്മ കിട്ടിയാൽ അത് പറയും, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലവർ ഓരോ ഡയലോഗ് പറയും, നമുക്ക് ഈ ഡയലോഗ് മാറ്റി ഇങ്ങനെ ആക്കിയാണ് അപ്പോഴത്തെ അത് ബെറ്റർ ആയിട്ട് തോന്നും. ആണോ അങ്ങനെ ചെയ്യാം, അത് അങ്ങനെ. അപ്പൊ അടിപൊളിയാവും. അപ്പൊ ചൂടാ നല്ല രീതിയിലേക്ക് വരും. കൊറേ കോണ്ടന്റ് നിങ്ങൾ ഇറക്കിയിട്ടില്ലേ? നിങ്ങൾക്കൊരു കോണ്ടന്റ് ക്ഷാമം വരില്ലേ? അയ്യോ അയ്യോ ചോദിക്കല്ല ടൈപ്പിൽ, അങ്ങനെ ചോദിച്ചല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടന്റ് ക്ഷാമത്തിലാണ്. ക്ഷാമത്തിലാണ്. കണ്ട തുറന്നു പറഞ്ഞു ജോലി പാജു പോങ്ക സിനിമയെന്ന് സീരിയലിൽ നിന്നൊക്കെ എടുക്കും. പിന്നെ സ്വന്തം വീഡിയോ അതല്ലേ. ആ ബംഗാളി വീഡിയോ ഭയങ്കര വൈറലായിരുന്നില്ലേ പണ്ട്? മറ്റേ സെറ്റപ്പ്, ആ സാധനം കൊറേ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. അത് തന്നെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. നന്മ വരെ ഞാൻ പറഞ്ഞു വരുന്നല്ലോ, ഞാൻ അതിന്റെ ഫാൻ ആയിരുന്നു കേട്ടോ. ഒന്നുകൂടി ഇരിക്കട്ടെ. ഇതില് ശരിക്കും നന്മമാരാരാ? നമ്മള് എനിക്ക് പറ്റുന്ന രീതി ഞാൻ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ എന്തായിരുന്നു? 8,000 രൂപ. $100 ആദ്യമായിട്ട് കിട്ടത്തുള്ളൂ. ഷോർട്സ് ആർന്നിട്ട് ഷോർട്സ് കുറവാ. കൊട്ടക്കണക്കിന് കിട്ടുന്നത് ഇല്ല, എല്ലാരും വിചാരിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഇനിയിപ്പോ നെക്സ്റ്റ് നിങ്ങളുടെ ഡ്രീം എന്താണ്? സിനിമ. എല്ലാവരും സിനിമ ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഇതിലേക്ക് വന്നതാണോ, ഫീൽഡിലേക്ക് വന്നതാണോ? അല്ല, ജോലിക്ക് പോകാതിരിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതാ. കൊറോണ സമയത്ത് ചെയ്ത, ആ സമയത്ത് വീട്ടിൽ സോഷ്യൽ മീഡിയ അത്യാവശ്യം ചെയ്യണം, ഫേമാവണം, അങ്ങനെ ഇതുണ്ടായിരുന്നു. സിനിമ പിന്നെ ഇപ്പൊ കയറി ഇപ്പൊ എത്ര വന്നതിലേക്ക് എനിക്ക് സിനിമയിലോട്ട് നല്ല ജോലിക്ക് പോകാൻ മടിയുണ്ട്. അതാ മെയിൻ. അല്ല, ഞാൻ ജോലി എനിക്ക് ഞാൻ ജോലി നിർത്തി വന്നിട്ടല്ലേ തുടങ്ങി. ഞാൻ ദുബായിൽ ജോലി നിർത്തി കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് തുടങ്ങാന്നൊക്കെ ഉള്ള ഐഡിയയിലാണ് വന്നത്. അങ്ങനെ കൊറോണ സമയമായിരുന്ന സമയത്ത് അപ്പം തുടങ്ങിയത്. അപ്പോ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വരികയല്ലേ, അപ്പൊ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ് എന്തായിരുന്നു? അത് കംഫർട്ട് സോൺ ഒന്നും അല്ലായിരുന്നു, അവിടെയും അവസ്ഥയായിരുന്നു. പെട്രോൾ അടിക്കുന്ന ജോലിയായിരുന്നു. വെയിലത്തുനിന്ന് പെട്രോൾ അടിച്ച് കുഴഞ്ഞപ്പോ വന്ന് കയറിയത് നാട്ടിലോട്ട്. ദുബായിൽ അങ്ങനെ ഇതൊക്കെ ഉണ്ടോ? ഷെഡൊക്കെ ഇല്ലേ? ഇല്ല, ദുബായ് പെട്രോൾ ജീവിതം അങ്ങനെയായിരുന്നു. ദുബായിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം. ഓഡിയൻസ് മനസ്സിലാക്കും, നിങ്ങളുടെ എല്ലാ സാഹചര്യവും മനസ്സിലാക്കും, ഞാനും മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾ എന്ത് ജോണറാണ് ഇപ്പൊ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോമഡി തന്നെ. കോമഡി തന്നെയാണ് നിങ്ങൾക്ക് ആ ജോണർസ് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം? കോമഡി എനിക്ക് ഇച്ചിരി ഇമോഷണൽ ചെയ്യുന്ന കൂടുതൽ ഇഷ്ടം അതുണ്ട്, മുഖത്തുണ്ട്, എല്ലാ ഭാവുകങ്ങളും വരുന്ന ഒരു ഫേസാ എനിക്ക്. പക്ഷെ ചേട്ടനെ എനിക്കൊരു നന്മ പോലെ കാണാൻ പറ്റുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ടൈറ്റിൽ കൊടുക്കും? പാവം. ഇതിലെ പാവമായിട്ടുള്ള ആള് വിഘ്നേഷ് ആണോ? ആകാശിന് സ്ഥാനം എടുക്കല്ലേ? പിന്നെ തള്ളി സ്റ്റാര് സിജോ. പിന്നെ എന്താണ് കോഴി? ഇഷ്ടപ്പെട്ടത് എല്ലാം ചെയ്യും, അവിടെ എല്ലാം പോവും. പിന്നെ കൊടുക്ക അല്ലമീൻകാക്ക് കൊടുക്ക്. ഗ്രഹനാഥൻ
പില്ലറാണോ എല്ലാ കാര്യം ഇപ്പൊ നിങ്ങളുടെ ഒരു എന്ത് സ്വകാര്യം അതന്നെ ഞങ്ങളെ ഇപ്പൊ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സംസാരിക്കണം നമുക്ക് വേണ്ടിട്ട് എല്ലാവർക്കും വേണ്ടിട്ട്. ആണാണ് അത് കഴിഞ്ഞ് ഞാൻ ഒരൊറ്റ ആള് മതി അല്ല എനിക്ക് ഫ്രണ്ട് ചെയ്താൽ മതി എന്നെ തൊട്ടിട്ട് മതിയുള്ള പിള്ളേരെ ആ റോളാണോ പാപ്പൻ റോളാണോ അത് കഴിഞ്ഞാൽ ഞാനാണ്. അത് കഴിഞ്ഞാ മറ്റേ അതിലൊരു രാവിലെ ഉറക്കം എണ്ണിപ്പിക്കാൻ പോകുക ദേഷ്യം വരും. നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ കോണ്ടന്റ് ഒക്കെ നമ്മൾ ഡെയിലി എടുക്കുമായിരിക്കും അല്ലേ? ഇല്ല ഇല്ല ഇല്ലേ അത്യാവശ്യം ഡെയിലി ഉണ്ട് വന്ന് നോക്കണം. ഡെയിലി എന്ന് പറഞ്ഞാൽ ഇപ്പം 5-6 ക്രിയേറ്റർമാരല്ലേ, അപ്പൊ ഓരോരുത്തർ സപ്പോർട്ട്. അപ്പൊ നമ്മളെല്ലാം ആഴ്ച 7 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് 6 ദിവസം എൻഗേജ് ആയിട്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ആ ഒരു കോണ്ടന്റ് ആ റൊട്ടീൻ എങ്ങനെയാണ്? രാവിലെ 2 മണിയാകുമ്പോ അല്ല ഉച്ചക്ക് 2 മണിയാകുമ്പോ എണ്ണീക്കും, കഴിക്കും, ഉച്ചക്കത്തെ രാവിലത്തെ, അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോകും. അത് 2 മണി എനിക്ക് മാത്രമാണ്. നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളെ വീഡിയോ രാവിലെ ഏറ്റവും ആദ്യം ആരാണ് വീഡിയോ ലൈക്ക് ആരുടെ അക്കൗണ്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു, അവൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓ ഞാൻ ടിക്ടോക്ക് അപ്പൊ ബാനായി. ടിക്ടോക്ക് ഞാൻ അപ്പോഴും ബാൻ ചെയ്ത് അല്ല നിർത്തിയത്. നിർത്തിയായിരുന്നു. പിന്നെ ഇവര് തന്നെ ഞാൻ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തെന്ന് ഇവര് തന്നെ എന്നെ ഇപ്പൊ ഇവിടെ വരെ എത്തിച്ചേരാൻ. അഭിമാന നിമിഷമാണിത് ഇപ്പൊ പറഞ്ഞത്. ഞാൻ പറയാം, കാരണം എന്നെ ഈ വീഡിയോ ബ്ലോഗ് GP റൈഡർ ഇവരൊക്കെ തന്നെ എന്നെ ഇവിടെ വരെ എത്തിച്ചേരാൻ. നമ്മളെ കൂടുതലുള്ള ആൾക്കാരെല്ലാരെയും നമ്മളിപ്പോ വരുമ്പോ ആൾക്കാരടുത്ത് പറയും നിങ്ങൾ ഇവിടെ അക്കൗണ്ട് തുടങ്ങ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എത്ര വലിയ ഫ്രണ്ട്സ് എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് ചിലപ്പോൾ നമ്മളെ വിട്ട് പോകും, പറയാൻ പറ്റത്തില്ല. ആൾക്കാർ സ്വഭാവം മാറുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വരുന്നിടത്ത് ഞാൻ പറയും, അങ്ങനെ പറഞ്ഞല്ല, സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും നേടണമെങ്കിൽ സ്വന്തമായിട്ട് കൂടെ നേടിയാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. സാധാരണ ഞാൻ മിക്കവർക്കും ഒരു ടീമായിട്ട് ഞാനൊരു ലൈക്ക് നെയിം ഒക്കെ കാണാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് അങ്ങനെ ഇല്ല. എല്ലാവരും ചാനലുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിൽ തന്നെ ഒരു ഏരിയ തന്നെ ഒരു 2 കിലോമീറ്റർ അളവ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലേ ബട്ടൺ ഉള്ളത് ഞങ്ങളെ ഏരിയയിലാണ്. ആ ഇഗ്നസ് റെക്കോർഡ് വേണമെങ്കിൽ നമുക്ക് കിട്ടും. ഇവിടെ തന്നെ ഇപ്പം ഇവർക്ക് 100 ഞങ്ങൾക്ക് നിങ്ങളെ ഞങ്ങളെ ഏരിയയിൽ കൊല്ലം ഏരിയയിൽ ഞങ്ങൾ ഈ കൊച്ചിയില് ഞങ്ങൾ ഇവിടെ തന്നെ 5 ഉണ്ട്, 5-6 ഉണ്ട്. ഒരു ഗോൾഡൻ പ്ലേ ചെയ്ത ആണോ? 6 തന്നെ പറയാം. 6 നമ്മള് റൊമാൻറ്റിക് അവൾ ഇപ്പൊ ഇരിക്കുന്നടാ, അവളെ എല്ലാം വെച്ചുകൂടെ 10 പുറത്തുണ്ട്. അപ്പൊ ആകാശിനൊരു ചാനലോടെയും കൂടെ അതെയോ ഇനി പറയാനൊന്നുമില്ല. ഞാൻ എല്ലാം അവരമ്മയുടെ ഇങ്ങനെ വീട്ടിൽ ഇരുത്തല്ലേ ചാനലൊക്കെ തുടങ്ങി ഇറങ്ങി. ഇപ്പൊ വീട്ടിൽ ഇരിക്കും, വീട്ടിൽ ഇരുന്ന് ഫോണിൽ അടുത്താണ് ഗെയിം. രാത്രി ഉറങ്ങാൻ നേരത്ത് അതാണ് സൗണ്ടാ, അത്രയ്ക്ക് ഫോണിൽ അടുത്താണ്. ഇവൻ എന്തിനടിക്കാന്ന് എനിക്കറിയത്തില്ല, വീടിനെ വെളി ഇറങ്ങത്തില്ല. വീട്ടിലുള്ളിലിരിക്കും. എന്തിനടിക്കാന്ന് ഞാൻ പറയുന്നില്ല, പറയണ്ട ഉള്ളിലേക്ക്. ഇന്നലെ രാത്രി 7 മണിക്ക് ഉറങ്ങിയില്ല നിങ്ങൾ. എന്റെ സ്പീക്കർ ഇതിന്റെ ഫോൺ കണക്ട് ആയിരുന്നു, ഓർമ്മയുണ്ടോ? ഇതൊക്കെ വീട്ടിൽ പോയിട്ട് സംസാരിക്കേ. അല്ല പബ്ജി കളിക്കുമ്പോഴുള്ള നിങ്ങള് ഏറ്റവും വൈറലായിട്ടുള്ള വീഡിയോ ഏതായിരുന്നു ആദ്യം? എന്റേത് പാൻ ഇന്ത്യ റൈഡർ എന്ന് പറഞ്ഞൊരു വീഡിയോ. പിന്നെ വേറെ ഒരു വീൽ ചെയർ ഇരിക്കുന്ന ഒരു പെൺകൊച്ചിന് ഒരു ടെസ്റ്റ് വീഡിയോ ഉണ്ട്, അത് 2. പിന്നെ മാമാന്ന് വിളിക്കുന്ന ഒരു വീഡിയോ, അത് 3 മാമാന്ന് വിളിക്കുന്ന ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് എല്ലാം ഓർമ്മയില്ല. കാരണം എന്നും നിങ്ങൾ ഇത്രയും പേരുടെ അക്കൗണ്ടൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, എല്ലാരും കാണണ്ടേ, കണ്ട് ലൈക്ക് അടിക്കണ്ടേ. അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്ത കേട്ടോ. ഇനി ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ? സിംഗിൾ പറയും. കുറച്ചു കഴിഞ്ഞ് സിംഗിളാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. 3 പേര് കമ്മിറ്റഡ്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ക്രഷ് ഒക്കെ ഉണ്ടായിട്ടില്ലേ? സെലിബ്രിറ്റി ക്രഷ് ആരാ നിങ്ങളുടെ? ഇന്നലെ കണ്ട മഹിമ. ഓക്കെ, നമുക്ക് ഇന്നൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? സീരിയസ് മോഡിലോട്ട് പോകണം നമ്മള്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചാലഞ്ച് ഉണ്ട്. ചെയ്യാൻ പറ്റാത്ത 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 5 ഉത്തരം പറഞ്ഞാല് പ്രത്യേക പാരിതോഷികം ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കോ? ഓക്കെ, ഞാൻ നല്ലവണ്ണം നിങ്ങളെ കുറിച്ച് നല്ലപോലെ പറയുന്നതായിരിക്കും, അതാണ് പാരിതോഷികം. ഓക്കെ, ഒരു കല്യാണ വീട്ടില് സദ്യക്കിടയിൽ ചോറ് തീർന്നു പോയി, എന്നിട്ടും അവരെല്ലാവർക്കും ചോറ് കൊടുത്തു. എങ്ങനെ? തലച്ചോറ് വെട്ടിക്കൊടുത്തു. ഇല്ല, തലച്ചോറല്ല, ഏകദേശം നിന്റെ ഉത്തരത്തിന്റെ അടുക്ക് എത്തി. അല്ല, ടഫാണ്. അല്ല, അതിനെ ഇറങ്ങി ചിന്തിക്ക്. തലച്ചോറ് വെട്ടിക്കൊടുത്തു പറഞ്ഞില്ലേ, അതിനെ ഇറങ്ങി ചിന്തിക്ക്. ചകിരിച്ചോറ് കൊടുത്താണ്. അല്ല, കുറച്ചും കൂടി. അല്ല,
പിന്നെന്തൊരു ചോറ് ആ അതിന് മുന്നിൽ പഴഞ്ചോറ് അല്ല ചോറ് തിന്നോ അവരെന്തായാലും തിന്നാ ആ ചോറ് തിന്ന് രണ്ടാമത് ചോദിച്ചില്ലേ വേണ്ട വേണ്ട എല്ലാരും ചോറ് കഴിച്ചാ എല്ലാരും ചോറ് കഴിച്ചു ചോറ് തീർന്നു പോയി ഞാൻ ചോറ് കഴിച്ചു ചോറെല്ലാരും കഴിച്ചില്ല പിന്നെ എന്തിനാ അതല്ലേ എല്ലാം കല്യാണ വീട്ടിൽ സദ്യക്കിടയിൽ ചോറ് തീർന്നു പോയി എന്നിട്ടും അവരെല്ലാവർക്കും ചോറ് നൽകി അതെങ്ങനെ ഹോട്ടലിൽ നിന്ന് അടിച്ചു കൊടുത്താണ് തീർന്നു പോയപ്പം. അങ്ങനെയല്ല അവൻ പറഞ്ഞത് കറക്റ്റാ ആണ് അവല്ല തലച്ചോറല്ല ഈ കല്യാണം ഒരു കുട്ടിച്ചോറാക്കി എന്നിട്ടാ ചോറ് കൊടുത്തു അയ്യോ ഇത്ര ഇറങ്ങണോ പ്ലീസ് ഇത്തിരി ഇറങ്ങൂ അയ്യോ ഇതാരെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ ആ കണ്ടുപിടിച്ച് എന്റെ കണ്ടുപിടിച്ചത് ചോറാണ് നല്ലത് തല വെട്ടി കല്യാണ ചെറുക്കൻ നിങ്ങൾക്കൊരു പുച്ഛം ആരല്ല ഒരാളെടുക്ക് അല്ലാ വായിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളെ കപ്പം പിടിച്ചോ ഇതൊന്നും എല്ലാരും എടുക്കണോ ഒരെണ്ണെടുത്തു ഇനി എടുക്കല്ലേ കപ്പ് കഴിച്ചു ബ്രോ വൈകിട്ടില്ല ഈ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. എനിക്ക് ആദ്യം കൊണ്ട് കൈ വന്നപ്പോൾ എന്നെ സ്പാർക്ക് കിട്ടും. സ്പാർക്ക് വന്നായിരുന്നു ഇപ്പൊ അതിനപ്പുറം പറയണമെന്നിരിക്കുന്നു മനസ്സിലാക്കി എടുക്കണം. റമോ എന്നൊക്കെ പറഞ്ഞാണ് അപ്പൊ എന്തെങ്കിലും ഉള്ളിൽ കാണും. താങ്ക് യു എനിക്കൊരു പട്ടണം തന്നിട്ടില്ല നിങ്ങള് ഇപ്പൊ സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് മാറ്റണോ എല്ലാവർക്കും ചോറപ്പെട്ടോ അല്ലാതെ വീണ്ടും വന്നാലോ വെച്ചോ കയ്യിൽ വെച്ചോ വെച്ചോ കപ്പും കയ്യിൽ വെച്ചോ എല്ലാരും ചേട്ടൻ അവസാനത്തെ കപ്പ് നമുക്ക് എനിക്ക് കിട്ടും. ഞാൻ എടുക്കണോ ഓക്കെ വീണ്ടും വരത്തില്ലല്ലോ ഇത് ഇത് വീണ്ടും വരില്ല പേടിക്കണ്ട അത് കാര്യമായി. ഓ അല്ലെങ്കിൽ എനിക്ക് ഇത്ര സോറി ഗൈസ് എനിക്ക് ഇത്ര പ്രപ്പോസൽസ് ഒന്നും കേൾക്കാനൊരു ഇതില്ല എനിക്ക് അതുകൊണ്ടാണ് ഭാഗ്യമുണ്ട്. ഇത്രയും പ്രപ്പോസ് കേൾക്കേണ്ട ആവശ്യമില്ല ഒരാള് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് അയാള് മുൾച്ചെടിയുടെ അടുത്തെത്തി. ആ മുൾച്ചെടി മുറിച്ച് മാറ്റാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യില് ഒരു കുപ്പി മദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെച്ചിട്ട് ആ വാളുടെ അടുത്ത് എത്തി അയ്യോ ഇതിനെന്തോ നിങ്ങൾക്ക് ശിക്ഷ തരണ്ടേ? എടുക്കണം, എല്ലാവരും എടുക്കണം. ഇപ്പൊ ഇത് ഞങ്ങൾ ജയിച്ചില്ല. നമ്മള് ഉത്തരം പറഞ്ഞില്ലേ ഇതെന്റെ പരിപാടിയായിരുന്നു. അതൊന്നും നമുക്കറിയണ്ട. ഇതിപ്പോ നമ്മളെ പരിപാടി. ഇത് അങ്ങനെ പറയരുത്. നമ്മളെന്താ അന്യരാക്കി പറയുന്നത്. ഇത് നമ്മളെ പരിപാടി. നമ്മുടെ പരിപാടി സെറ്റായതല്ലടാ. പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് പോവാം. നമ്മളിനി എന്തിനാ സഹദേവാ ഇതിപ്പോ എനിക്കിട്ട് പണിയാണല്ലോ ആരോടും പറയാത്തൊരു രഹസ്യം. ആ പറയൂ പറയൂ കള്ളത്തനം പറയില്ല നമ്മൾ കണ്ടുപിടിക്കും. സത്യസന്ധമായ രഹസ്യം പറ. ആരോടും പറയാത്തൊരു രഹസ്യം. പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റും. ആലോചിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കഴിയും. അല്ലടാ ഞാൻ ആരോടും പറയാത്ത രഹസ്യം ആലോചിക്കാം. എന്റെ എല്ലാം ഓ ഓ ഓ ഓ ആരോടും പറയാത്ത രഹസ്യം. ഞാൻ ഒരാളെ വേണ്ട അപ്പൊ പറ പറ ഞാൻ വേറെ ആൾ കേൾക്കുമ്പോ പിന്നെ നമ്മളടുത്ത് തേപ്പിന്റെ കഥ വെച്ച ആളാ വേറെ ആള് കേൾക്കുന്നു ആ നിങ്ങളുടെ ചോദിക്കുമ്പോ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കിട്ടുമ്പോഴാണ് പറ പ്രശ്നം. പറ 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 ആരോടും പറയാത്തൊരു രഹസ്യം. വേറൊരാള് അത് പറ. ഞാൻ ചെറുപ്പത്തിൽ ഒരാളെ തേച്ചിട്ടുണ്ട്. ഒരാളല്ല അല്ല, ചെറുപ്പത്തിൽ ഒരാളെ തേച്ചിട്ടുണ്ട്. ചെറുപ്പം എന്ന് പറയുമ്പോ എത്ര വയസ്സ് ചെറുപ്പം എന്ന് പറയുമ്പോ ഒരു 18 വയസ്സ്. കൂട്ടം. ഒരു അയ്യോ ഇത് വേണ്ടത് മാറ്റി കളഞ്ഞ് നാട്ടിൽ പോയുള്ളതാ. എന്നെയും തേക്കില്ല. നിന്നെ തേക്കില്ലടാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരാളെ തേച്ചിട്ടുണ്ട് ചെറുപ്പത്തില് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 5ാം ക്ലാസ്സിൽ അവനെന്നെ ഇഷ്ടായിരുന്നു. നമ്മള് ഗോലി കളിക്കുന്നു ഞങ്ങളെല്ലാം ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് 5 തൊട്ട് 10 വരെ. ഞങ്ങളെല്ലാരും ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് 5 തൊട്ട് 10 വരെ. ബോയ്സ് സ്കൂളാണ് പഠിച്ചത്. പിന്നെ അല്ല എനിക്ക് കൊച്ചുതുമ്പിയും ലൈബ്രറി ഞങ്ങളുടെ കളിക്കൊടുക്കുകയും 7 വരെ കളിക്കൊടുക്കാനാണോ? ആ തന്നെ. ആ ഓക്കെ കണ്ടു 7 വരെ ബോയ്സ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാനും ഗേൾസ് ഓൺലിയിലാണ് പഠിച്ചത്. ഗുഡ് ഗുഡ് ഗുഡ്. 7 പേരെ ഭാഗ്യം മറിച്ചൊക്കെ. എന്ത് 7 വരെ 7 പേരുടെ കൂടെ അല്ല വോയിസ് 7 വരെ ബോയ്സ് ഉണ്ടായിരുന്നുള്ളൂ. 7 പേരെ ക്ലാസ്സിൽ ഉള്ളായിരുന്നു ഞാൻ വിചാരിച്ചു. കേൾക്കുന്നു കേൾക്കാം ഞാൻ +2 പഠിച്ചപ്പോ ആകെ 8 ഗേൾസ് ഉള്ളൂ. ബാക്കി ഒക്കെ ആമ്പിള്ളേരായിരുന്നു. ആമ്പിള്ളാർ. പിന്നെ ലൈക്ക് ഗേൾസ് വേണം എപ്പോഴും മിക്സ് ചെയ്ത് പഠിക്കണം എന്നാണ് ഞാൻ പറയാ. അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? മിക്സ്ഡ് ആയിട്ട് പഠിക്കണം. നമുക്ക് ഞങ്ങള് കോളേജിൽ 10 വരെ പെമ്പിളാര് വേണം. 10 വരെ പെമ്പിളാര് വേണ്ട കേട്ടോ. അതെന്താ അത് 10 വരെ ഞങ്ങള് പഠിച്ച ഇവരെല്ലാരും ബോയ്സ് സ്കൂളിലാണ്. ഞങ്ങളെല്ലാം ഒറ്റ സ്കൂളിലാണ് പഠിച്ചത്. ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം ക്രിസ്തുരാജ് കൊല്ലം ക്രിസ്തുരാജ്. പൃഥ്വിരാജാ? ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ. KR ഞങ്ങൾ അന്ന് അടിച്ച ടീച്ചർമാരൊക്കെ അതെ
പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങളെല്ലാം പല വർഷത്തെയും ആ സ്കൂളിൽ തന്നെ പഠിച്ചത്. കൊല്ലത്തെ ഏറ്റവും നമ്പർ 1 ബോയ്സ് സ്കൂളാണ്. ബോയ്സ് മാത്രം ഈ ആ സമയം വരെയും ബോയ്സ് മാത്രം എൻജോയ് ചെയ്ത് നടക്കേണ്ട സമയം. അപ്പൊ ബോയ്സ് മാത്രം മതി. പക്ഷെ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ പഠിച്ച സമയത്ത് പൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ സ്കൂൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. പിന്നെ പഠിച്ചിറങ്ങിയപ്പോഴല്ലേ അത് പിള്ളേർ ആ സമയത്ത് ലൈനടിച്ച് നടക്കണമെന്നൊക്കെ തോന്നിയാൽ നമുക്ക് അറിഞ്ഞു. എടാ ഞാനേ പുറത്തിറക്കണ്ട SPC ഞാനേ പറഞ്ഞു എടാ ഞാൻ എന്റെ രഹസ്യം അതല്ലേ എടാ ഞാൻ വെറുതെ പറഞ്ഞു 5ാം ക്ലാസ്സില് കള്ളത്തിന് വരുന്നുണ്ടാവും. അല്ല എനിക്ക് അങ്ങനെ രഹസ്യം നമ്മളൊക്കെ ഉള്ള ജനുവൻ ഏഷ്യ എനിക്ക് രഹസ്യം ഇല്ലടാ. എനിക്ക് രഹസ്യം ഇല്ല അങ്ങനെ. ഭയങ്കര ഫേക്ക്. ഓക്കെ, ഒരു ദിവസം ആനയും ഉറുമ്പും കൂടി ചെരുപ്പ് വാങ്ങാനായിട്ട് പോയി, ഒരു കടയിൽ പോയി. അപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചിട്ട് ബില്ല് കൊടുത്തപ്പോൾ ആനയേക്കാൾ കാശ് കൂടുതലാണ് ഉറുമ്പിന്റെ ചെരുപ്പിന്. എങ്ങനെ, എന്തുകൊണ്ട്? ഉറുമ്പിന്റെ സ്വർണ്ണ ചെരുപ്പ്, ആനയുടേത് പ്ലാസ്റ്റിക്. ആ അത് വുഡ്ലാൻഡിന്റെ ആനയ്ക്ക് 4 കാലേ ഉള്ളൂ, ഉറുമ്പിന് 10-12 കാലുണ്ട്. 10-12 അല്ല, ഉത്തരം ശരിയാ. 6 കാലുണ്ട് ഉറുമ്പിന്. ശരിയാടാ, ശരിയാ. ബോങ്കോ ഞാൻ പറയാൻ വന്നത് അത് വുഡ്ലാൻഡിന്റെ ചെരുപ്പ്. മഴയുള്ള ഒരു ദിവസം രാത്രി വീടിന്റെ ഉള്ളിൽ മഴയുള്ളൊരു ദിവസം നിങ്ങൾ എല്ലാരും കൂടിയിട്ട് വേറെ സ്ഥലത്ത് വീടിന്റെ ഉള്ളിൽ ജനലും വാതിലൊക്കെ അടച്ച് കിടന്നുറങ്ങായിരുന്നു. അപ്പോ വാതിലും ജനലും ആരോ മുട്ടുന്ന ശബ്ദം കേട്ട്. എങ്കിൽ നിങ്ങൾ ആദ്യം തുറക്കുന്നത് എന്തായിരിക്കും? കണ്ണ്. മുട്ടിന് ഉത്തരം പറഞ്ഞു. റേഞ്ച് വരുന്നുള്ളൂ. എടാ അപ്പളേക്കും കഴിയാറായി തോന്നുന്നു. ഉറുമ്പ് ഞാൻ കണ്ണിൽ പിടിച്ചു. എല്ലാ ഇന്റർവ്യൂ പോയിട്ട് ഞങ്ങളാ ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം. ശരി, നീ സൈഡ് ചോദിക്കാം. അവിടെ മാത്രം ചോദിച്ചു. ഓക്കെ, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തുകൊണ്ട്? പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞു, അപ്പൊ ശശി പുസ്തകം തുറന്നിട്ട് പുറത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട്? കണ്ണുകൊണ്ട്. അല്ല, ഉത്തരം അതല്ല. ഞങ്ങളൊക്കെ കണ്ണുണ്ടല്ലോ. പരീക്ഷയ്ക്ക് ബുക്ക്. അതുമല്ല. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ ശശി പുസ്തകം തുറന്നു വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. തുറന്നു വെച്ചിട്ട് നീ അടുത്തേക്ക്. പുസ്തകത്തിന്റെ പുറത്താണോ നോക്കിക്കൊണ്ട്? അല്ലല്ല, പുറത്തേക്ക്. പുറത്തേക്ക് അല്ലടാ. ടീച്ചർമാരെ എപ്പോഴും പറയാറില്ലേ ഇങ്ങനെ, നിങ്ങളെല്ലാരും പഠിക്കണം, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പുറത്തുനിന്ന് വരണേന്ന് പറയല്ലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ പുറത്തുനിന്ന് പറയാറില്ലേ, അതുപോലെ എന്താണ് നിങ്ങളൊരു ഇതില്ലാത്ത? അത് ചോദ്യം കഴിഞ്ഞു. എന്റെ ഇത് കൊള്ളത്തില്ലല്ലേ? ചോദ്യം പുറത്തുനിന്നാ വരുന്നത്, അതുകൊണ്ടാണ് ശശി പുറത്ത് നോക്കിയിരുന്നത്. ഇപ്പൊ കറക്റ്റായില്ലേ? ഇനി ആ അടുത്തെടുത്തെടുത്ത് നമ്മളിവിടെ എല്ലാരും ഉത്തരം പറഞ്ഞു. ഇംഗ്ലീഷ് തിരുവാതിര വിത്ത് ആൽഫബറ്റ്. തിരുവാതിര വിത്ത് ആൽഫബറ്റ്. ആൽഫബറ്റ് ABCD മതി. അല്ല, തിരുവാതിരക്ക് ഇങ്ങനെ പാർവതി ABCD ആക്കിയിട്ട് കളിക്കണം. ഒരാള് മാത്രം വെച്ച തിരുവാതിര ആവൂല. നിങ്ങൾ ഇങ്ങോട്ട് ആരുമില്ല അടിക്കാനെങ്കിലും ആരുമില്ല. കറങ്ങണം ഇങ്ങനെ അറിഞ്ഞൂടാ. ഇപ്പൊ നിങ്ങളുടെ പരിപാടി എന്താ? നാട്ടിൽ പോയിട്ട് എന്റെ കണ്ണിൽ കിടന്ന് ഉറങ്ങണം. പിന്നെ കുറച്ച് നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യണം. എവിടെ പോയി ഒന്ന് കളിക്കണം. ഞാൻ വേറെന്താ കേട്ടത്? ആക്ച്വലി ഞങ്ങള് ഈവനിങ് അപ്പൊ നിങ്ങളൊരു രാവിലെ ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങളുടെ വേറെ ഹോബീസ് ഒക്കെ എന്താ? ഹോബി ഇത് തന്നെ വീഡിയോ എടുപ്പ് മടുത്ത് ഇല്ലേ? അല്ല കാര്യമായിട്ടല്ലേ നമ്മള് സാധാ സംസാരിക്കാണ്. എന്നും ചെയ്തോണ്ടിരുന്ന നമ്മൾ ഭയങ്കര സ്ട്രെസ്സാ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ആഴ്ചയിൽ 3 വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ചെയ്യണം. അപ്പൊ നമ്മളവിടെ 8 ക്രിയേറ്റർമാരുണ്ട്. അപ്പം ഭയങ്കര ഓട്ട മത്സരം കണക്കാ അവിടെ. ഇപ്പം
ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇവന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകും അല്ലമില്ല. ഞാനൊരു ഇവിടെ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് എടുക്കുന്ന ശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഒരാഴ്ചയായി ഓരോ ദിവസം ഒരു പ്രോഗ്രാമായിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബിസിയാണല്ലേ? പുറത്ത് കാണുന്നവർ വിചാരിക്കും നമ്മള് ഭയങ്കര എൻജോയ്മെന്റ്, നമുക്കൊരു സ്ട്രെസ് ഉണ്ട്. ഇപ്പം ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഇപ്പൊ അത് എഡിറ്റ് ചെയ്യണം, സൗണ്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു ഡബ് ചെയ്യണം, അതിനൊക്കെ തന്നെ നാളത്തെ ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു സ്ഥലത്ത് എൻജോയ് ആണെങ്കിലും ഫുള്ളായിട്ട് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിൽ ഈ ഒരു കാര്യം കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഫുള്ളായിട്ട് എൻജോയ്മെന്റ് കിട്ടത്തില്ല. സത്യം എല്ലാവരും വിചാരിക്കുമ്പോ ഒരു എന്ത് രസം, ഒരു അടിച്ചു പൊളിച്ച് നടക്കുക, കണ്ടില്ലേ ഒരു 2 വീഡിയോ ഇട്ട് ഇറക്കി നടക്കുക, അങ്ങനെ വിചാരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ കറക്റ്റ് ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല കേട്ടോ. എടാ ഞാൻ ഞാൻ അഭിനയിച്ചല്ലേ, അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. കൊറേ അജുമങ്ങ് നിർത്തല്ല ആകാശിന് മിണ്ടോന്ന്. ആകാശം തുടങ്ങണം, കൗണ്ടർ അടിച്ചു തുടങ്ങിയാൽ മിണ്ടാൻ പറ്റത്തില്ല. ആകാശ് പറടാ പറടാ എങ്ങനെ കുറിച്ച് 2 വാക്ക് പറ. പറടാ. നിഷ്കളങ്കൻ, കള്ളം, പാവാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. പാവാണ്, വായ്ത്താളം. അത്രേ റൂമി അതല്ല വായ്ത്താളം നല്ല പറയാ. ഇല്ല കൺമണിയുടെ ആ പാട്ട് ഞാൻ പറഞ്ഞില്ല എന്നെ ഊക്കാൻ വേണ്ടിയാണ്. എനിക്ക് അവന്റെ പ്രത്യേക സ്നേഹം ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അത് ഇന്നലെ കണ്ടായിരുന്നു. രാവിലെ കണ്ട പിണങ്ങിയിരുന്നു രണ്ടുപേരും. ഇല്ലില്ല, വല്ലതും പറയണ്ടോ? വേണ്ട മറ വെച്ചിരിക്കുന്നേ. അതൊന്നുമില്ല. ആ രാവിലെ ഉറക്കത്തി ആള് പറയും പോലെ ഇവൻ വന്നിട്ട് ആള് മാറിയ ഇവനെ കെട്ടിപ്പിടിച്ചത് കെട്ടിപ്പിടിച്ചോ? ഞാൻ വിചാരിച്ചു ബോഗുമായിരുന്നു. പ്രത്യേക സ്നേഹത്തിന്റെ പുറത്താണ്, വേറൊന്നുമല്ലേ. ആകാശിന്റെ ലൈൻ കാണുവാണെങ്കിൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അവര് തമ്മിൽ വേണ്ടാത്ത ബോണ്ടിങ് ആണ്. ആണല്ലേ? നല്ല ഒരിക്ക അനിയൻ ബന്ധം. നമ്മളന്ന് അങ്ങനെ ഇക്കാര്യം ബന്ധമില്ല, പ്രായത്തിന് മൂത്ത ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ദീപ എന്നെ ഇടയ്ക്ക് എടാ പോകൂരാ അങ്ങനെ വിളിക്കുന്നത്. ഇവന്മാർ വേറെ സീനുണ്ട്. ഇവന്മാരിപ്പം ഇവനെ ചീത്ത വിളിക്കണോ, എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ ഇവനെ ചീത്ത വിളിക്കും. ഡയറക്റ്റ് വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പ്രായച്ച് മൂത്തല്ലേ, അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് വിളിക്കാൻ പറ്റുന്ന മടിയാറേ എടാ എന്നെ നിന്നോടല്ല ഞാൻ പറയുന്ന റിപ്ലൈക്ക് ഞാൻ പറയാ അത് കേട്ടാ. അപ്പൊ ഇവനെ ചീത്ത വിളിക്കും. അവർ ഇക്കായല്ലേ ഇവനെ വിളിച്ചത്. അങ്ങനെ വണ്ടി ഓടിക്കുന്നതായിരിക്കും. അങ്ങനൊന്നുമല്ല, അത് ബായിന്ന് അല്ലാതെ വന്നേ. അത് നിങ്ങളെ തല്ലൊക്കെ കൂടി പണയൊക്കെ മെനഞ്ഞാന്നേ ഇവര് രണ്ടുപേരും കൂടെ ഭയങ്കര അടി പറഞ്ഞിട്ട് വെളിയിലിറങ്ങി പോയിട്ട് രണ്ടുകൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്ത് നടന്നത് ഞങ്ങൾ നോക്കാരുത്. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ദേഷിക്കും. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ആർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക? ഞങ്ങൾ തമ്മിൽ മാത്രമല്ല പുറത്താര് അങ്ങനെ തന്നെ. ഇനി പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഞങ്ങൾ പുറത്തേക്കേ ഉള്ളൂ. ഇവര് കടന്നടിയാവും. പന്തുവിടാന്ന് പറഞ്ഞപ്പോ ചീത്ത വിളിക്കുന്ന ബ്രോ വിട് ബ്രോ വിട്. നമ്മള് ക്യാപ്റ്റൻസി എന്ന് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ്, വീഡിയോ എടുക്കാൻ നിന്നാലും സ്ട്രിക്റ്റ്, അല്ലാത്തപ്പോ ഫണ്ണ. വീഡിയോ എടുക്കുമ്പോ നിങ്ങൾ തല്ലിവിടാറുണ്ടോ? ഇല്ലില്ല, തല്ലുവിടത്തില്ല. നമുക്ക് വീഡിയോ സീരിയസ് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പം തമാശ കാണിക്കുകയാണെങ്കിൽ നമ്മള് ഒരു 3 പറയും. സീരിയസ് ആയിട്ട് പെട്ടെന്ന് ഞാൻ പറയും ഇത് കണക്ക് വീഡിയോ ഇത് കണക്ക് സീരിയസ് ആയിട്ട് നിക്കണം, നമ്മൾ വീഡിയോ എടുക്കുക ആ രീതി തന്നെ നിക്കണമെന്ന്. അല്ല എല്ലായിടത്തും മൊത്തത്തിൽ പറഞ്ഞു. നിങ്ങൾ ഇവിടെ തല്ലുപിടിക്കോ ഞാൻ പക്ഷെ കൊണ്ടുപോയത്. 3, 2, 1 ഞാൻ വേറെ സമയപ്പിച്ചു തരാം. നിങ്ങളില് പാട്ട് പാടുന്ന ആളുണ്ടല്ലോ അഭിമന്യു. പിന്നെ രാത്രി കാലങ്ങളിൽ നല്ല ശുദ്ധ സംഗീതം ചന്ദ്രിക മോഡാണോ? ആ മോഡലാണ്, പക്ഷെ അവൻ പാടുന്നത് കാവാലയൊക്കെയാണ്. കൊറിയോഗ്രാഫറാണ്. ഡാൻസോ? രണ്ടുപേരും ഡാൻസ് കളിക്കുന്നവരാ? ഇവൻ കൊറിയോഗ്രാഫി ചെയ്യും, ഇവൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളി എല്ലാരും കളിക്കും. ഞാനും എനിക്ക് വലിയ നമ്മള് മമ്മൂട്ടിയുടെ ആളാ. ഇവരൊക്കെ വീഡിയോ തന്നെ ഇപ്പൊ 3-4 പേര് കളിക്കാം. അതിൽ ടെഫ് അല്ലാത്ത നോക്കിയാണ് ഞങ്ങൾ തരും. എനിക്ക് ഇവര് ഗ്രൂപ്പ് കിടക്കും, ഞങ്ങൾ ക്യാമിയ കിടക്കുന്നത് ഇത് മാത്രം ഇട്ടിട്ടു. ഞങ്ങള് ഫ്ലോട്ടിന്റെ മുമ്പ് ഡാൻസ് കളിക്കാൻ ഫ്ലോട്ടിന് മുന്നിലേ കളിക്കും. അല്ല ലോക്കൽ ഡാൻസ് അല്ല, അമ്പലത്തില് പൂരത്തിനും അവിടെ കളിക്കും. അവിടെ കളിക്കും. അതാണ് കൂടുതൽ ഇഷ്ടം.
അതാകുമ്പോ പ്രത്യേകിച്ച് ആരും നോക്കത്തില്ല സ്റ്റെപ്പ് നമ്മള് ഇഷ്ടമുള്ള കളിക്കാൻ. ഞാനൊക്കെ പണ്ടൊക്കെ പൂരത്തിനൊക്കെ ഞാൻ തൃശ്ശൂരാണ്, നമ്മളുടെ പൂരൊക്കെ മെയിൻ ആണല്ലോ. ഞാൻ ഒരു 5-6 കൊല്ലം അടുപ്പിച്ചിട്ടുണ്ട്. പൂരത്തിന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ സൂപ്പർ ഞാനിടയ്ക്കുള്ള പോകാറല്ലോ. അപ്പൊ പൂരത്തിലൊക്കെ ഇങ്ങനെ ചേട്ടന്മാരെ കളിക്കണൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഈ ചേട്ടൻ നന്നായി കളിക്കും അങ്ങനെയൊക്കെ ഞങ്ങള് പറയും, ഗേൾസ് അങ്ങനെയൊക്കെ നോക്കി പറയും, ഇനി നല്ലപോലെ കളിച്ചോ. ഇനി എന്തിനു മുതുക്കന്മാരായിട്ട് ആര് പറഞ്ഞിട്ട് എന്താ? ആ എന്താ എന്ത് മുതുക്കന്മാര് എന്ത് ഞങ്ങനെ മറ്റുള്ളവർ കളിക്കുന്നത് ഏട്ടായി ആണോ? ഏട്ടായി കലിപ്പനാണോ? ഇനി ഞാൻ പോവില്ല ഏട്ടായി, ചുമ്മാ ഇവിടെ സിറ്റുവേഷൻ ഷിപ്പാന്ന് തോന്നുന്നല്ലേ? ആ ഫണ്ണുണ്ടോ? ഓക്കെ, നമുക്ക് അഭിമന്യുവിന്റെ ഒരു പാട്ട് കേട്ടാലോ? അഭിമന്യു മാത്രം എല്ലാരും കൂടെ പാടാം. എല്ലാരും കൂടെ അറിയാലോ അഭി നമ്മൾ ഉള്ളിൽ അവര് പാടിയ മക്കളെ ലാഗാക്കാതെ പാടിക്കോ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിനാളും മഞ്ചിരാതിൻ നാളം പോലിന്നാളും പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. ഓ ഇതിപ്പോ എല്ലാരും പാട്ടാരാണല്ലോ. ചുമ്മാ ചുണ്ടണിക്കത ഞാൻ ഒരാൾ ചുണ്ടനിക്ക് ഉണ്ടായിരുന്നില്ല പാടാതെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളി വരുന്നുണ്ട്, വെള്ളി. ഞങ്ങളുടെ റൂമിൽ എല്ലാവരും തൊണ്ടുപോയിരുന്നു. എല്ലാവർക്കും ഉണ്ട് ഓരോ രാവിലെ പരിപാടികളൊക്കെ. 10 മണിയായാലും ഓഫ് ചെയ്തില്ല, ഭയങ്കര തണുപ്പാണ്. തണുപ്പാണോ? ഞങ്ങൾ അങ്ങനെയല്ല, ചൂടത്തൊക്കെ ഇമാരൊക്കെ ആണെങ്കിൽ AC റൂമല്ലേ എടുക്കരുത്, എന്തിനാ പൈസ കളഞ്ഞ AC റൂം? ഒരു AC ഓഫ് ചെയ്ത് ഫാൻ കൊടുത്തില്ല. ഇല്ല രാത്രി രാവിലെ ആകുമ്പോൾ രാവിലെ നമ്മൾ എന്തായാലും രാവിലെ ഞാൻ തന്നെ എന്റെ ഓഫ് ചെയ്യുന്നത്. ഏത് വീട്ടിലായാലും ഒരു മിനിമം 4-5 മണിയാകുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം നടക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. പക്ഷെ ഇതതില്ല, ഞങ്ങൾ ഞാൻ റൂം എടുത്തിട്ട് തറയിലാണ് കിടക്കുന്നത്. റൂമെല്ലാം കട്ടിലെടുത്ത് ഒരു പുതപ്പ് വേണം, തലങ്ങണി വേണം, എല്ലാം വേണം. പക്ഷെ എനിക്ക് തണുപ്പ് വേണം. അതെങ്കിലും എനിക്ക് താ. എടാ ഇത്രയൊക്കെ നിങ്ങക്ക് വേണ്ടി തരും. റൂം എടുത്തിട്ട് നിങ്ങളൊക്കെ ബെഡിൽ കയറ്റി എടുത്തിട്ട് ആള് താഴൊക്കെ എടുക്കും, എന്നിട്ട് AC ഇട്ട് കൊടുക്കാൻ പറ്റില്ലേടാ? തന്നെ എന്ത് പാവപ്പെട്ടെന്നോ രാവിലെ കുറ്റം പറഞ്ഞ നീയാണല്ലോ. എപ്പൊ കുറ്റം പറഞ്ഞേ? രാവിലെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്ന് കാണാം. സോർജിന് ബോറടിക്കുന്നുണ്ടോ? സോർജി പറയില്ല. സോർജി ശരിക്കും റിഗ്രറ്റിന്റെ ആളാ സോർജി. റിഗ്രറ്റിന്റെ ആളാ? എന്തെങ്കിലും ഇപ്പൊ റിഗ്രറ്റ് അടിച്ചോണ്ടിരിക്കയാണോ? പറഞ്ഞോ. വിഷമം വരും എനിക്ക്. ഇപ്പൊ എന്തിനാ വിഷമിച്ചേ? ചുമ്മാ വിഷമം വരും, കാര്യം വേണ്ട. ചുമ്മാ വിഷമിച്ചെന്ന് പാട്ടൊക്കെ എടുക്കാൻ അറിയും? ഇല്ല അയാൾക്ക് പ്രാന്താ. മെന്റൽ അല്ല മെന്റൽ ഹെൽത്ത് പറഞ്ഞിട്ടുള്ളോ? ഇല്ല അങ്ങനല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വിഷമിക്കും. ലോല ഹൃദയമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ലോലനാണ്. വരാൻ വേണ്ടി കട്സ് വരാൻ വേണ്ടി ഞാൻ അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ. അതാ എല്ലാവരുടെയും ജീവിതം എനിക്കറിയാല്ലേ. പോട്ട് കാണാം, അത് ആലോചിച്ചോണ്ട് ഇത്രയും നേരം കട്ട് ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കട്ട് വരുന്ന പൊക്കിയല്ലോ അടുത്തത് പിടിക്കാം. ഇതാണ് പ്രശ്നം. ഞാൻ ഇനി സീരിയസ് ആയിട്ട് പറഞ്ഞാലും ഞാൻ സോൾജിനെ മാത്രമേ വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇമാരെ ഞാൻ ഊക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും, ഇമാര് എന്നെ ഊക്കും. ഞാൻ വണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ ഒന്നും മിണ്ടുന്നില്ല, എന്നാ പിന്നെ മിണ്ടായിരുന്ന പറഞ്ഞതിന് എതിരായിട്ടാ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇപ്പൊ ഏകാന്തതയാടാ. 10 രൂപയൊക്കെ വരും. എന്റെ പൊന്നെ ചില്ല് വൈകി നടക്കും. ഇത് കണ്ട ഞാൻ തന്നെ വിഷമിച്ചൊക്കെ ഇരിക്കും. നമ്മളെ എൻജോയ്മെന്റ് ഓവർ ആകുമ്പോഴാണ് ഈ ഏകാന്തതയും ഈ ഡിപ്രഷൻ വരുന്നത്. എൻജോയ്മെന്റ് ഓവർ എൻജോയ്മെന്റ് ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ എൻജോയ്മെന്റ് നടക്കുന്നത്. ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത്.
പെട്ടെന്ന് ഒരു ദിവസം എല്ലാം ഇല്ലാതാകുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം എല്ലാം അങ്ങനെ പറ എനിക്ക് മാറിപ്പോയതാണ് ഓക്കെ എല്ലാം ആസ്വദിച്ച ഒരു സമയത്ത് അതില്ലാണ്ടാവുമ്പോ നമ്മള് ഏകാന്തതയിലേക്ക് പോകും. അതാണ് ഈ ടൂറൊക്കെ പോയിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു അവസ്ഥ. ഇപ്പൊ നമ്മളിപ്പോ കൊല്ലത്ത് പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പറഞ്ഞില്ലേ എന്നെ മിസ് ചെയ്യുന്നില്ലേ അങ്ങനെ? അത് എനിക്ക് അത് കാണത്തില്ല. പക്ഷേ എനിക്ക് അത് പുറത്താണ് ഞാൻ മറന്നിരുന്ന കാര്യമാണ്. ശരി, നീ ഇത് പറഞ്ഞോ. ഇപ്പം പെട്ടെന്ന് ഇപ്പം ഇനിയിപ്പം എന്താ 2 ദിവസത്തേക്ക് ഇനി വീട്ടിൽ ആയിരിക്കും. ഇന്ന് രാത്രി പോകാനുള്ള പ്ലാനില്ല ഞങ്ങൾ. ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഒരു ഒറ്റ റൂമിൽ ആ വൈബ് നിങ്ങൾ വീടിന്റെ അടുത്തല്ലേ? നിങ്ങളുടെ ഒറ്റ റൂമിൽ വീട്ടിൽ അടുത്ത് തന്നെ ആണെങ്കിലും എല്ലാരും പല പല വീട് 2 കിലോമീറ്റർ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. മിക്കപ്പോഴും എല്ലാ ദിവസവും കാണണമെന്നില്ല. യോളോ ഒരു ക്ലബ് ഉണ്ട്, യോളോ അവിടെ പോയി കളി. അത് ഞങ്ങളുടെ ടീമാണ്, ഞങ്ങളുടെ ടീമാണ് ടോപ്പ് പ്ലേയേഴ്സ്. ഫുട്ബോളിൽ നിങ്ങൾ കളിക്കുന്ന പൂളാ. ഞങ്ങള് പൂള് കളിക്കും. ഞങ്ങളുടെ വേറെ കളിക്കും. നമ്മുടെ അടുത്ത ലെവലിലോട്ട് ബഡി ഇംഗ്ലീഷ് മാത്രം പറഞ്ഞു ഏറ്റവും കൂടുതൽ ഊക്ക് വാങ്ങിക്കുന്ന ആരതില്? എന്നെ എല്ലാരും കൂടെ നോക്കുന്നത്. പിന്നെ ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ എന്നെ വട്ടത്തിലാ നോക്കുന്നത്. അത് എന്റെ അഹങ്കാരമാണ്. അതൊരു ഈ കൂട്ടത്തിൽ ഞാനാണ് തുടക്കം ഇട്ടത്. അങ്ങനെ എല്ലാവരും നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും 10 പേരൊക്കെ ഒരുമിച്ച് വന്നാൽ പച്ചയ്ക്ക് നോക്കും ഞാൻ. അങ്ങനെ അവസാനം 10 പേര് ഒരുമിച്ച് എന്നെ നോക്കി തുടങ്ങി. എല്ലാരും അണ്ണാക്കി കൊണ്ട് കോലിടും. കോലിട്ട് ഇളക്കിയിട്ട് അവസരം കിട്ടി. ഇപ്പൊ സൈഡിലായിട്ടിരിക്കും. നന്നായി പോകുന്നത് കുഴപ്പമില്ല. അയാള് എല്ലാ കൂട്ടത്തിലും കാണും ഒരു ഊക്ക് വാങ്ങിക്കുന്നവനും ഊക്ക നടക്കുന്നവനും. ഇത് അങ്ങനല്ല, വേടിക്കുന്നവൻ ഊക്കുന്നവർ. ഓരോരുത്തരില്ല, വേടിക്കുന്നവൻ ഊക്കുന്നവൻ, വട്ടത്തിൽ ഊക്ക് കൊള്ളുന്നവൻ. സിജോ സിജോയ്ക്കും കൊള്ളും. സിജോ അങ്ങനെ സിജോ ഇടയ്ക്ക് സെഞ്ചുറി നമുക്ക് പിന്നെ ഒന്നും പറയണ്ട. പോയി കുറച്ച് കഴിയുമ്പോ അതാണ് തിരിച്ച് കാറി നേരത്തെ കണ്ടില്ലേ ഞാൻ സംസാരിക്കണം പറഞ്ഞപ്പോ ഇയാളെ മുഖം പെട്ടെന്ന് മാറി. അത് കണ്ടില്ലായിരുന്നു. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ വെളിയിൽ പോയിട്ട് നീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് സംസാരം അന്നേരം ഇടി തുടങ്ങത്തേ ഉള്ളൂ. സംസാരം കൊല്ലംകാരാങ്ങള് കൊല്ലംകാരൻ അങ്ങനെ കുറ്റമൊന്നും പറയണ്ട. അങ്ങനെ കുഴപ്പമൊന്നും നല്ലതെങ്ങാണ്ട് പറയാൻ വന്ന വേണ്ട. ഞാൻ നല്ല പറയാൻ വന്നല്ലേ. അങ്ങനെ പറയരുത്. അല്ല കൊല്ലംകാരെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു കേൾക്കാറുണ്ട്. അതിലേട്ടാ ഞാൻ പറയുന്നത്. കൊല്ലത്തെ കുറിച്ചിട്ട് കൊല്ലംകാരെ കുറിച്ച് സ്വതുവെ അങ്ങനെ പറയാറുണ്ട് അല്ലേ? പൊതുവേ ഞാൻ സ്വതുവേ എന്നാ പറയുന്നത്. പൊതുവെ അങ്ങനെ പറയാറുണ്ട്. എന്താണ് നിങ്ങൾ കുറച്ച് വലിയ വില്ലാളി വീരന്മാരാണെന്നൊക്കെ. ഇല്ല, എല്ലാ സ്ഥലത്തും മോശപ്പെട്ട കുറച്ച് ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പം കൊല്ലത്ത് എന്തെങ്കിലും ചെയ്താൽ അത് ഭയങ്കരമായിട്ട് ആഘോഷമാക്കി കൊല്ലത്ത് ഇതാക്കും. വേറെ സ്ഥലത്താണ് അത്രയും ആഘോഷവും ഇതും കാണത്തില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പൊ ഞങ്ങള് 100% സാറ്റിസ്ഫൈഡാ കൊല്ലത്ത്. പലതും പറഞ്ഞു. പക്ഷെ കൊല്ലത്ത് അടിയിടി ആണുങ്ങളായ അടിക്കണമെന്നാ? അല്ല, അത് കൊള്ളാത്ത ഇല്ല. ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പൊ നമ്മളിപ്പോ എറണാകുളത്ത് ഇപ്പൊ ഈ മറൈൻ ഡ്രൈവ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പക്ഷെ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിയിടി നടക്കും. ആ ഒരു വിഷമമുണ്ട്. ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന അന്നേരം ഇടി നടക്കും. അതൊരു വിഷമമുണ്ട്. ഈ തിരുവനന്തപുരത്തും ഈ എറണാകുളത്തിന് അത്രയും ഫ്രീഡം കാര്യമൊന്നും ഇല്ല. അവിടെയും അടിയൊക്കെ നടക്കുന്നുണ്ട്. എറണാകുളത്ത് പക്ഷെ പൊതുവെ ഞാനെന്ന് പാവം ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ? ഒരു ഗുണ്ടാത്തലവന്മാര് അങ്ങനെ കുറച്ച് ആൾക്കാർ കിടന്ന് സാധാരണപ്പെട്ട ആൾക്കാർ നെഞ്ചത്ത് കയറാൻ കുറച്ച് ആൾക്കാർ നടപ്പുണ്ട്. ആ കുറച്ച് ആൾക്കാർ കാരണം മൊത്തത്തിലുള്ള ആൾക്കാർക്ക് മൊത്തത്തിൽ ചീത്ത പേരായി മാറിയിരിക്കുക. ഈ ആളുകളൊക്കെ കേൾക്കണ്ട കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയുന്നു. പറഞ്ഞല്ലേ സംസാരിക്കല്ലേ എല്ലാരും കേൾക്കും. അങ്ങനെയുള്ളതെന്നല്ല, ഞങ്ങളും കൊല്ലംകാരാണ് സ്വാഭാവികം. ആരെ ഉപദ്രവിക്കും, എല്ലാവർക്കും അവരുടെ ഫ്രീഡം കൊടുക്കുക, അതേ പറയാനുള്ളൂ. സ്നേഹമൊക്കെ ഉള്ളവരാണ്. സ്നേഹിച്ചാ സ്നേഹിച്ചു കൊല്ലും, വെറുപ്പിച്ചാ വെറുപ്പിച്ചു കൊല്ലും. സ്നേഹമാണെങ്കിൽ 100% സ്നേഹം, വെറുപ്പാണെങ്കിൽ 1000 ഇരട്ടി വെറുപ്പ് ആണ് കൊല്ലത്തിന്റെ ഒരു പോളിസി. അതെ അതെ, നിങ്ങൾ എല്ലാവരും ആ പോളിസിക്കാരനാ? ആ പോളിസി വേറൊരു കാര്യം, ഈ പൈസയുടെ കാര്യം പറഞ്ഞ് പിടിച്ചു ചെലവാക്കുന്നവരാണ് ഇപ്പൊ ഒരു ഇറക്കത്തില്ല അങ്ങനെ പറയുന്നത്. ഞാനൊക്കെ നമ്മള് പൈസ ചെലവാക്കത്തില്ലെന്ന് പറയും. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറൊരു കാര്യം പറയാം, കൊല്ലംകാരായിട്ടുള്ള ട്രോളി വീഡിയോ ആയിട്ടുള്ളത് ഞങ്ങൾ തന്നെ.
അതൊക്കെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ഞങ്ങള് ലാവിഷായിട്ട് ട്രോൾ സയൻസിൽ എടുക്കത്തുള്ളൂ. ഇപ്പൊ എന്താന്നാലും നമ്മൾ ആ ട്രെൻഡിനനുസരിച്ച് ആ രീതിയിൽ എടുക്കത്തുള്ളൂ. ആൾക്കാർ നമ്മള് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്, ബാക്കി ചെയ്യുന്നതാണ്. ആൾക്കാരൊന്ന് ഫണ്ണാക്കുക, രസിപ്പിക്കുക, ആ ഒരു രീതി ചെയ്യുന്നത്. അല്ലാതെ ആരും മോശപ്പെട്ട ആൾക്കാർ, കോഴിക്കുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരോ അല്ലെങ്കിൽ കണ്ണൂരുള്ള ആൾക്കാർ അങ്ങനെ കൊല്ലത്തുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരും കാണും. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇങ്ങനത്തെ ക്രിയേറ്റർമാർ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ അവര് ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് ഫണ്ണാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നത്. കണ്ടിട്ട് ചിരിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ജസ്റ്റ് അത് ഒരു റീലിന് വേണ്ടി മാത്രമാണ് അല്ലേ? അത് ട്രോൾ സെൻസിൽ എടുത്താൽ മതി. മതി. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കാര്യം അങ്ങനെ ചെയ്തിട്ട് നിങ്ങളത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾക്ക് ഞാൻ ചോദിക്കണ ഒന്നുമില്ല. അയ്യോ അങ്ങനെ നിങ്ങള് ലൈക്ക് നിങ്ങൾ ഇപ്പൊ വോയിസ് ഓവർ അല്ലേ കൂടുതൽ ചെയ്യുന്നത്? വോയിസ് കൊടുക്കുന്നല്ലേ ചെയ്യുന്നത്? അത് തന്നെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ചെയ്യാനായിട്ട്? അത് തന്നെയാണ് ഇഷ്ടം. അത് തന്നെയാണ് ഇഷ്ടം. മനസ്സിലായില്ല. അല്ല വോയിസ് ചെയ്യുന്നത് നിങ്ങളിപ്പോ വോയിസ് ഇല്ല, വോയിസ് ഇല്ല. മ്യൂസിക്കൽ കണ്ടൻസ്, സ്ലോമോ വീഡിയോസ്, സെന്റിമെന്റിലാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്ടമുള്ള ജോണറൊക്കെ എന്താ? ചേട്ടനെ കോമഡി, സോറി ഇമോഷണൽ, സെന്റിമെന്റൽ. പക്ഷേ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം ഞാൻ ഒരു കോമഡി ക്രിയേറ്ററായി മാറിക്കഴിഞ്ഞു. അതെ അതെ. പക്ഷെ ഞാൻ സെന്റിലോട്ട് തിരിച്ചു വരണം. അപ്പൊ സോൾജൊക്കെ ഒന്ന് വരുന്നത് കരയാൻ ഇനി അങ്ങോട്ട് പോകണ്ടത്, ഇത് കണ്ടാ പോരെ? എനിക്കും കോമഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കോമഡി കൂടുതലും ചെയ്യണത്. നമ്മുടെ പ്രേക്ഷകർ ചിരിപ്പിക്കാനല്ലേ എല്ലാവർക്കും അങ്ങനെ വേറെ വേറെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കയറണമെന്നില്ല. നമ്മളെ പിള്ളേരായിരിക്കും നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പൊ അവർക്ക് നമ്മളിപ്പോ സെൻഡ് വീഡിയോ ചെയ്താൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. മനസ്സിലാവുന്നില്ല. നമുക്ക് പിന്നെ പ്രൊട്ടസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പ്രൊട്ടസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ ഐത്തി റോഡിന്റെ അവിടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, 2 വീഡിയോ ചെയ്തായിരുന്നു. റോഡ് ഭയങ്കര മോശമായിട്ട് കിടന്നായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്തതിനു ശേഷം ആ റോഡ് അങ്ങനെ വിചാരിക്കുന്നു ആൾക്കാരെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഇട്ടപ്പം റോഡ് പിന്നെ റെഡി ആക്കിയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എന്റെ ഒരു ചാലഞ്ച് ഉണ്ട്, കിസ്സിങ് ചാലഞ്ച് ആണ്. അതല്ല, നമ്മളൊരു കിസ്സിങ് ചാലഞ്ച് ഉണ്ട്. അപ്പൊ അല്ല ഓക്കെ, ആ ഒരു കിസ്സിങ് ചാലഞ്ച് നല്ല ചാലഞ്ചാ. നിങ്ങളുടെ 6 പേരടങ്ങുന്നതാണ് ഈ ചാലഞ്ച്. ഞാനില്ല, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചാലഞ്ചായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾ 6 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അടിച്ചു പൊളിക്കും. ഞാൻ നിങ്ങളെ എങ്ങനെ മോറൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചാലഞ്ച് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ടിഷ്യൂ പേപ്പർ എടുക്കുക, കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. എടുത്തിട്ട് ഇങ്ങനെ പാസ് ചെയ്തിട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ ചാലഞ്ച്. അങ്ങനെ ആ ടിഷ്യൂ പേപ്പർ പാസ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മുടെ ചാലഞ്ച്. ഓക്കെ, ചെയർ റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനൊക്കെ അവസരം കിട്ടട്ടെ. ഇനിയും വരട്ടെ. കുറെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഹൈഡ് ചെയ്ത് സിനിമ എടുക്കാൻ ആഗ്രഹമുണ്ട്. സിനിമ എടുക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും അല്ല, അവൻ കഥ എഴുതാൻ അതില് കോപ്പറേറ്റ് കിട്ടും. സോൾജിന്റെ ചില സീനുകളൊക്കെ ആഡ് ഉണ്ട്. അപ്പൊ സിനിമയൊക്കെ എടുക്കാൻ പറ്റട്ടെ, നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ. നല്ല കഴിവുള്ള കലാകാരന്മാരാണ് നിങ്ങള്. എന്ത് ഞാൻ പൊക്കി പറഞ്ഞോട്ടെ, കഴിവുള്ള പൊങ്ങാള അവസരമാണ്. കഴിവുള്ള കലാകാരന്മാരാണ്. സ്പോണ്ടേനിയസ് ആയിട്ടാണ് നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് മലയാളം ഓപ്പൺ അല്ല, ഞങ്ങള് ഈ ഒരു അനുഭവം സോറി. അതായത് നിങ്ങൾ എത്ര ഭയങ്കര പെട്ടെന്ന് നിങ്ങള് തമാശകളും ഓരോ ഇപ്പൊ ഞാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാനേ ഇത് കഴിഞ്ഞിട്ട് പെട്ടി എടുക്കട്ടെ. ഓക്കെ, ഞാൻ പെട്ടി എടുത്തിട്ട് വരാം കേട്ടോ. ഇത് കഴിഞ്ഞ ബൊങ്കോ നിന്റെ മൈൻഡോടെ ചെയ്തല്ലേ രമ പോലെ
റെമോ എന്നൊക്കെ തെള്ളിയറിയാ. ഓക്കെ, അപ്പൊ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അത്രയും നല്ല സക്സസ്, ഇനിയും നല്ല സക്സസ് ആകാൻ പറ്റുന്ന ആളുകളാണ്. നല്ല ഇനി റീച്ച് ഒക്കെ ഉണ്ടാവട്ടെ. നിങ്ങൾ ഇനി 10 മില്യണും ഒക്കെ അടിച്ച് നിങ്ങൾ ഇനി എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? നമ്മുടെ ഫ്രണ്ട്ലി വൈബില് പോയി, കുഴപ്പമില്ല. നല്ല ആങ്കറിംഗ് ആണ്, കൊള്ളാം. അതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റി അല്ലേ? ഓപ്പൺ ആവാൻ പറ്റി. കാഷ്വൽ ആയിരുന്നില്ലേ? ക്യാഷ്വൽ. അതെ, നമ്മളതാണ് നമുക്ക് വേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മളോട് ഒരാള്, നമ്മളെന്ന് പറഞ്ഞാൽ പക്ക ലോ സെറ്റപ്പ് ആൾക്കാരാ. അപ്പം ഇതൊന്നും അല്ല, നമ്മള് ഇത് നമുക്ക് ഒരു മീഡിയ ഒരു ഇതിലല്ലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഓപ്പൺ ആയിട്ട് പറയാം, നമ്മള് ഏറ്റവും ലോക്കൽ ആൾക്കാരാണ്. അപ്പോ താങ്ക് യു, വെൽക്കം.